സുഹൃത്തെ, വെറും 4 പോയിന്റ്സിലൂടെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മാറ്റത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ എന്നുള്ള ചിന്തകളിൽ ഒരു കൺട്രോളും ഇല്ലാതെയാണോ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ന് വെച്ചാൽ കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെ എല്ലാം പുറകെ നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ടോ, ഇങ്ങനെ ചെയ്താൽ പോരെ, അങ്ങനെ ചെയ്താൽ പോരെ, ഇതല്ലേ ബെറ്റർ, അതല്ലേ ബെറ്റർ എന്നൊക്കെ എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിൻ്റെ പുറത്താണോ നിങ്ങൾ പോകുന്നത്? ഭൂരിഭാഗം ആളുകളും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് എന്താണെന്നറിയോ? അവരുടെ കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും കേൾക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഇമിറ്റേഷൻ്റെയും പുറകെ അവരിങ്ങനെ ഓടില്ല. ഒരു കാര്യത്തിൻ്റെ മുകളിലേക്കുള്ള ഫോക്കസ് ഒരു പരുന്തിനെ പോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ അവർ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, ഇത് തീർത്തിട്ട് അടുത്ത പരിപാടി. ഇതിൻ്റെ ഇടയിൽ ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട, ഒരു ചിന്തകളും വരണ്ട, പുതിയ ഐഡിയകളും വരണ്ട, പുതിയ ആൾക്കാരും വരണ്ട, ഒന്നും വരണ്ട, ഇതാദ്യം തീർക്കട്ടെ. സുഹൃത്തെ, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്താതെ വർക്ക് ചെയ്യണോ? നിങ്ങളുടെ ചിന്തകളുടെ മുകളിലും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ മുകളിലും നിങ്ങൾക്ക് കൺട്രോൾ വേണം, കൃത്യമായിട്ടുള്ള കൺട്രോൾ വേണം. കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും എല്ലാം പിറകെ നിങ്ങൾ ഓടരുത്. ഫോക്കസ് ലോക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്നുള്ള കാര്യത്തിൽ കൺട്രോൾ വേണം, അതിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ പെയിൻഫുൾ ഡിസിപ്ലിൻ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്താണ് പെയിൻഫുൾ ഡിസിപ്ലിൻ? കഷ്ടപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ട് പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളിലേക്ക് ഇത്ര മണിക്കൂർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്ന ചില ഡിസിപ്ലിൻസ്, ചില ടൈം ബ്ലോക്കുകൾ നിങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതെന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ്, ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, ഒരു സാമ്പിൾ പറയാം. നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നിങ്ങളോട് ഒരാൾ പറയാണ്, നാളെ രാവിലെ 8 മണിക്ക് നീ ഇന്ന സ്ഥലത്ത് വരണം. പക്ഷേ നിങ്ങൾ ഡെയിലി രാവിലെ 6 മണി മുതൽ ഒരു 9 മണി വരെ എന്തോ ഒരു ചില കാര്യത്തിന് വേണ്ടി പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പെയിൻഫുൾ ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 8 മണിക്ക് അവിടെ എത്തേണ്ടത് കൊണ്ട് നിങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ നിങ്ങളുടെ വർക്ക് ചെയ്ത് പിന്നീട് ബാക്കിയുള്ള ടൈം നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാനുണ്ട്, ഒരു പെയിൻഫുൾ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ. അതാണ് പെയിൻഫുൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതുപോലെ സുഹൃത്തെ, നിങ്ങൾ ഇറങ്ങുന്ന കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പെയിനായിട്ട് അനുഭവിക്കാൻ കഴിയണം. ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്ന ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുക. ഈ ഒരു പെയിൻഫുൾ ഡിസിപ്ലിനാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസിയുടെ രണ്ടാമത്തെ കാരണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം പറയാം. നിങ്ങളുടെ തോന്നലിൽ പോലും പിന്നെ ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നുള്ള തോന്നൽ പോലും നിങ്ങൾ സംഭവിക്കാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ, അത് മുന്നും പിന്നും ഒരുപാട് ആലോചിക്കാതെ നീട്ടി വയ്ക്കാതെ ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് 2 മിനിറ്റ്സ് റൂൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്, അതിനാകെ 2 മിനിറ്റ് ടൈം എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ടൈമേ ഉള്ളൂ എന്ന് വെച്ചാൽ നിങ്ങളത് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് അർജൻറ്റായിട്ടുള്ള ഒരു ഹെൽപ്പ് ഒരാളുടെ സൈഡിൽ നിന്ന് കിട്ടണം, അതിന് 2 മിനിറ്റ് ടൈം എടുക്കുക എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാം. വൈകുന്നേരം ആവട്ടെ അല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിനെ കാണാൻ പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതൊന്ന് മാറ്റി വെക്കുക. പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് പെട്ടെന്ന് തന്നെ ചെയ്യാം. അത് നാളെ ചെയ്യാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാമെന്നുള്ള അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഒരുപാട് സമയമെടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെങ്കിൽ അതിൽ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളാക്കി സെക്ഷൻസ് ആക്കിയിട്ട് അതിങ്ങനെ പതിയെ പതിയെ ചെയ്തു തുടങ്ങാം. വലിയ എന്തോ ടെൻഷനായിട്ട് ഒന്നിനോട് സമീപിക്കാതിരിക്കുക. എത്ര വലിയ കാര്യമാണെങ്കിലും അതിനെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓരോന്നോരോന്ന് ചെയ്ത് തീർക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഓക്കെ, വലിയൊരു ടെൻഷനായിട്ട് ഒന്നിനോട് സമീപിക്കാതിരിക്കുക. ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ്, ഷൈനി ഒബ്ജക്റ്റ് സിൻഡ്രോം എന്ന് പറയും. കാര്യം ഇത്രേ ഉള്ളൂ. ഷൈനി ഒബ്ജക്റ്റ് മീൻസ് ഭയങ്കരമായിട്ട് നമുക്കെന്തോ ഷൈനിങ് ആയിട്ട് തോന്നുന്ന ചില പുതിയ ഓപ്പർച്യൂണിറ്റികൾ. ഓരോ ദിവസവും പുതിയ ആഗ്രഹങ്ങളിലേക്ക് ചാടാതിരിക്കുക. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി കൃത്യമായിട്ട് ഇരുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ തുടങ്ങി, അതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള ആ രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക. ഒന്ന് നേടിയ ശേഷം നിങ്ങൾ അടുത്തത് നോക്കിക്കോളൂ. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സ്വഭാവം നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ കഴിയും.
ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയണം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫ്രണ്ട്സ്.